ദൈവം ഉണ്ടോ? എന്താണ് തെളിവ്? എബ്രായ ലേഖനം 11 അധ്യായം 1 മുതൽ 12 വരെ. ധ്യാനത്തിനായിട്ട് 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ദൈവം ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? പലരും ഇക്കാലത്ത് ചോദിക്കാറുള്ള ചോദ്യമാണിത്. അവരുടെ യുക്തിവാദത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ദൈവവിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ചോദ്യം പൊങ്ങി വരാറുണ്ട്. അവർ ആരോടും ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിച്ച് പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതത്രേ. അപ്പോൾ ആരും സ്വയം ചോദിച്ചു പോകും, ദൈവം ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവെന്ന്. സൂര്യൻ ഉണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് നിത്യേന നാം കാണുന്നു. പിന്നെ എന്തിന് സംശയിക്കണം? ദൃഷ്ടിഗോചരമായ ഒരു വസ്തു ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നും ആവശ്യമില്ലല്ലോ എന്നായിരിക്കാം നാം നൽകുന്ന മറുപടി. എന്നാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. കാണാവുന്ന ഒരു വസ്തുവിൻ്റെ അസ്തിത്വത്തെ ആരും ചോദ്യം ചെയ്യുകയില്ല. അതിന് വിശ്വാസവും ആവശ്യമില്ല. കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ അത് യുക്തി ശൂന്യമായിരിക്കും. എന്തെന്നാൽ കാണാവുന്നൊരു കാര്യത്തിന് വിശ്വാസം ആവശ്യമില്ലല്ലോ. കാണാത്തതിനെ സംബന്ധിച്ചുള്ള ഉറപ്പും ബോധ്യവുമാണ് വിശ്വാസമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചേക്കാം. മത്തായി 5:8. ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാമെന്നല്ല അതിൻ്റെ സൂചന. ഒരുവൻ്റെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് മാത്രമേ ദൈവത്തെ ദർശിക്കാനാവൂ. നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കാണുവാൻ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട്. നിർമ്മല ഹൃദയമുള്ളവർക്കേ അത് സാധിക്കൂ. ദൈവം അദൃശ്യനായിരിക്കുന്നതിൻ്റെ കാരണം പ്രവാചക ശിരോമണിയായ യെശയ്യാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തെ കാണാൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ അധർമ്മവും പാപവും കൊണ്ടാണെന്ന് വ്യക്തം. എന്നാൽ നമ്മുടെ അധർമ്മങ്ങളും പാപങ്ങളും ദൈവത്തെ ദർശിക്കുവാൻ ബാധിക്കാതെ വണ്ണമുള്ള പുകമറ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ ദൈവത്തെ നേരിട്ട് ദർശിച്ച എത്രയെത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരു സുഹൃത്ത് പറഞ്ഞ സംഭവകഥയാണത്. ഒരു ഹൃദ്രോഗിയാണ് അയാൾ. പൊരിയുന്ന വെയിൽ, നടക്കാൻ തീരെ വയ്യ. 1 മൈൽ ദൂരം നടന്നാലേ വീട്ടിലെത്തും. ചെറിയൊരു ശ്വാസം മുട്ടൽ. ഒരു ചൂടുകൂടി മുന്നോട്ട് കാലെടുത്ത് വയ്ക്കാൻ ശക്തി തോന്നുന്നില്ല. ഒരു ടാക്സിക്കാർ പിടിച്ച് വീട്ടിലെത്താൻ കയ്യിൽ കാശുമില്ല. അതിനെക്കുറിച്ച് അയാൾക്ക് പരാതിയൊന്നുമില്ല. ദൈവം തന്നെ ഭദ്രമായി വീട്ടിലെത്തിക്കുമെന്ന ഉറപ്പ് അയാൾക്കുണ്ട്. പെട്ടെന്നാണ് ഒരു കാറ് അയാളുടെ പിറകിൽ വന്നു നിന്നത്. ഒരു പരിചയക്കാരനായ നല്ല മനുഷ്യൻ്റെ കാറായിരുന്നു അത്. വീട്ടിലേക്കല്ലേ, കയറിക്കൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സുരക്ഷിതമായി അയാൾ വീട്ടിലെത്തി. ഈ അനുഭവ യാഥാർത്ഥ്യത്തിലൂടെ അയാൾ ദൈവത്തെ ദർശിച്ചു. പക്ഷേ ഇത് യാദൃശ്ചിക സംഭവം മാത്രമാണെന്നേ പലർക്കും തോന്നും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ യാദൃശ്ചിക സംഭവങ്ങളും ദൈവത്തെ നേരിട്ട് ദർശിക്കാവുന്ന അവസരങ്ങളാണെന്നതിന് സംശയമൊന്നുമില്ല. എന്നാൽ നാം സ്വയം സൃഷ്ടിക്കുന്ന സംശയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും ആകുല ചിന്ത പാരവശ്യത്തിൻ്റെയും മറകൾ ദൈവത്തെ ദർശിക്കാൻ നമ്മെ അശക്തരാക്കി തീർക്കുന്നു എന്നതാണ് വാസ്തവം. ഇന്നുവരെ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു, വഴി നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഓർക്കണമേ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ നഷ്ടപ്പെട്ടെങ്കിൽ അവനെ വിശുദ്ധ സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് എന്ത് ഫലം? 53 സങ്കീർത്തനം 1 വാക്യം. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വർഷന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.